सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गजाननं भूतगणाधिसेवितं कपित्तजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्। पीताम्बरं करविराजितशङ्खचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमधुसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। माणिक्यवीणामुपलालयन्तीं मदालसां मञ्जुलवाग्विलासां माहेन्द्रनीलद्वितिकोमलाङ्गीं मादङ्गकन्यां मनसा स्मरामि। चतुर्भुजे चन्द्रकलावदंसे कुचौनदे कुङ्कुमरागशोणे पुण्ड्रेषु पाशाङ्कुशपुष्पबाणहस्ते नमस्ते जगदेकमाते। सान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षात् गुरुपवनपुरे हन्दभाग्यं जनानाम्। ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. കളരി സ്പന്ദനത്തിൽ ജ്ഞാനയജ്ഞം, ശ്രവണയജ്ഞം, സത്സംഗം ഇതൊക്കെ ആയിട്ടുള്ള നാരായണീയോത്സവം തുടരുകയാണ്. ഇന്ന് നമ്മൾ 49ാമത്തെ ദശകമാണ് സ്മരിക്കാൻ പോകുന്നത്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 11ാമത്തെ അധ്യായത്തിൽ 21 മുതൽ ഒരു 10-16 ശ്ലോകങ്ങൾ, അതാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മറ്റുള്ള ദശകങ്ങളെയൊക്കെ അപേക്ഷിച്ച് ശ്രീകൃഷ്ണാവതാരം തുടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗം, ശ്രീകൃഷ്ണൻ്റെ ഉപാസനയ്ക്കാണ് ഗുരുവായൂരിൽ അദ്ദേഹം ഇരിക്കുന്നത്, ഭട്ടതിരിപ്പാട്. ഇവിടെ അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണാവതാരം വിശദമായി തന്നെ പ്രതിപാദിക്കപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ്? ശ്രീകൃഷ്ണൻ പൂർണ്ണ അവതാരമാണ്. മറ്റുള്ള അവതാരങ്ങളൊക്കെ, മത്സ്യകൂർമ്മ, വരാഹം തുടങ്ങിയിട്ടുള്ള അവതാരങ്ങളൊക്കെ അതാത് സമയത്ത് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് അവതരിച്ചു, ഉദ്ദേശകാര്യം നടത്തി മറഞ്ഞു. എന്നാൽ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും പോലെയൊക്കെയുള്ള അവതാരങ്ങൾ ഗർഭപാത്രത്തിൽ ഊറി അവിടെ നിന്ന് അങ്ങോട്ട് ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങി പരിപൂർണമായിട്ട് ആ ഒരു ജീവിതം മുഴുവൻ ജീവിച്ച് കാണിക്കുകയാണ് നമ്മൾക്കായി. ആ ഒരു വ്യത്യാസം തന്നെയാണ് ഇവിടെ. മറ്റുള്ളത് ഒരു 5-8 അധ്യായങ്ങളൊക്കെ ഒരു വാക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദശകത്തിലേക്ക് ഒതുക്കുമ്പോൾ, ഇവിടെ 10-11 ശ്ലോകങ്ങളും ഒക്കെ ഒരു ദശകമായിട്ട് മാറുന്നത്. ഭാഗവതത്തിലെ 16 ശ്ലോകങ്ങൾ ഇവിടെ 10 ശ്ലോകങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വിവരിക്കുന്നത് പല ദുർനിമിത്തങ്ങളും കണ്ടതുകൊണ്ട് ഗോകുലം വിട്ട് വ്രജവാസികളെല്ലാവരും വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഈ ദശകം ഉപേന്ദ്രവജ്ര എന്നുള്ള വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കാവ്യഭംഗിയേറിയ 10 ശ്ലോകങ്ങളാണ് ഇവിടെ ഉള്ളത്.
ഒന്നാമത്തെ ശ്ലോകം. ഭവത് പ്രഭാവാവിതുരാഹി ഗോപാസ്തരുപ്രഭാതാധികമത്ര ഗോഷ്ഠേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിധേനു. ഇവിടെ പറയുന്നത് അവിടുത്തെ പ്രഭാവം അറിയാത്തത് കൊണ്ട് ഗോപന്മാർ ഉണ്ണിയെ രക്ഷിക്കാനായിട്ട് മറ്റൊരിടത്തേക്ക് പുറപ്പെടാൻ തുടങ്ങുകയാണെന്ന്. അപ്പോൾ നമ്മൾക്കറിയാം ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് തന്നെ ഭഗവാനിൽ നിന്നാണ്. ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും അത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. എന്നാൽ വ്രജത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും നിഷ്കളങ്കരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ അവരുടെ പ്രിയപ്പെട്ട കണ്ണനാണ്, അല്ലാതെ ഭഗവാനാണെന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. ചിന്തയില്ല എന്നല്ല, അങ്ങനെ അറിയില്ല, അങ്ങനെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. ഓരോ പ്രാവശ്യവും അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അവരൊക്കെ ആരാധിക്കുന്ന ആ മഹാവിഷ്ണു ഉണ്ണിയെ രക്ഷിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കി, പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ തുടങ്ങിയ അസുരന്മാരൊക്കെ അവിടെ വന്നു. ഭഗവാൻ മോക്ഷവും കൊടുത്തു കഴിഞ്ഞു. അവർ കാണുന്നത് പക്ഷേ ഒരു രാക്ഷസി വന്നു, അതിസുന്ദരിയായി ബാലൻ്റെ കൗതുകം കണ്ട് എടുത്തു. അതെങ്ങനെയോ ഭഗവാൻ അതിൽ നിന്നും ഉണ്ണിയെ രക്ഷിച്ചു. മഹാവിഷ്ണു ഉണ്ണിയെ രക്ഷിച്ചു. അവൾ മരിച്ചു. അടുത്തത് ഒരു വണ്ടി വീണു, ഉടഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ണിയുടെ മേലെ വീണില്ല. കൊടുങ്കാറ്റടിച്ചു, ഉണ്ണിയെ തൂക്കിയെടുത്തു. അതിൽ പക്ഷികളൊക്കെ സഞ്ചരിക്കുന്ന ആ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ടും താഴെ പാറക്കല്ലിൽ വീണിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ണിക്കൊന്നും പറ്റിയില്ല. ഇങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം ദുർനിമിത്തങ്ങൾ എന്നേ അവർ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഉണ്ണിയെ രക്ഷിക്കാനായി നോക്കണേ, ഉണ്ണിയെ രക്ഷിക്കാനായി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് മറ്റൊരിടത്തേക്ക് നമ്മൾ പോകുന്നതാണ് നല്ലത്. ഇത് അഭിപ്രായപ്പെടുന്നത് ഉപനന്ദൻ എന്നു പേരുള്ള യാദവ മുഖ്യനാണ്. അത് നന്ദഗോപരുടെ ജ്യേഷ്ഠ ഭ്രാതാവാണ്. അതായത് മൂത്ത ജ്യേഷ്ഠൻ, ജ്യേഷ്ഠ സഹോദരൻ. അദ്ദേഹം ജ്ഞാനിയാണ്. രാജ്യകാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല. അനുജനെ എല്ലാതും ഏൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മൂത്ത ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് അത്രയും വില കൊടുക്കുന്നുണ്ട് മറ്റുള്ള എല്ലാവരും. അപ്പം അദ്ദേഹം ഇത് അഭിപ്രായപ്പെടുകയാണ്. കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇതെൻ്റെ അഭിപ്രായമാണ്, മറ്റൊരു തരത്തിൽ നിങ്ങളൊക്കെ ചിന്തിച്ച് അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നടപ്പിലാക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാലും പുതിയ സ്ഥലത്ത്, നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് പ്രവചിക്കാനാവില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. അപ്പം നിങ്ങളെല്ലാവരും ശരിയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാം. അതാണ് അറിവുള്ളവർ ചെയ്യുക. ഞാൻ പറയുന്നതാണ് ശരി, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ശഠിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം അദ്ദേഹം മറ്റുള്ളവരുടെ ഗോപസഭയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അത് എല്ലാവരും ഏറ്റെടുത്തു.
അവർക്കും തോന്നി ശരിയാണ്, ഒരു മാറ്റം ആവശ്യമാണ്. ഉണ്ണിക്ക് ഒരുപാട് അപകടങ്ങളായി. നമ്മൾ പറയില്ലേ ബാലാരിഷ്ടത. ഈ കൊച്ചു പ്രായത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഉണ്ണി കടന്നു പോയിരിക്കുന്നത്. അപ്പം സ്ഥലം മാറുന്നത് തന്നെയാണ് ശരിയെന്ന് അവർക്കും കൂടി തോന്നുകയാണ്. അപ്പം അങ്ങനെ ഇത് ഭഗവാൻ തൻ്റെ മറ്റൊരു ലീലയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നന്ദഗോപരുടെയും ഉപനന്ദൻ്റെയും ഒക്കെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഭവത് പ്രേരണയാന്ന് ഭട്ടതിരിപ്പാട് പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകം തത്രോപനന്ദാവിത ഗോപവർയോ ജഗോ ഭവത് പ്രേരണയൈവ നൂനം ഇത പ്രതീച്യാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. ഇവിടെ പറയുന്നത് പ്രതീച്യാം വിപിനം മനോജ്ഞം. ഇവിടുന്ന്, അതായത് ഗോകുലത്തിൽ നിന്ന് പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ വൃന്ദാവനം എന്ന് പറഞ്ഞുള്ള ഒരു മനോഹരമായ കാട്ടുപ്രദേശമുണ്ട് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഉപനന്ദൻ. അപ്പോൾ ഈ മധുര എന്ന നഗരത്തിൻ്റെ ചുറ്റുമായിട്ട് 10-12 വനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഈ ഗോകുലം എന്ന് നമ്മൾ പറയുന്ന ബൃഹദ്വനം. ബൃഹദ്വനത്തിനെ കൂടാതെ താളവനം, കാമവനം, ബഹുളവനം, കുമുദവനം, ഖദിരവനം, ഭദ്രവനം, ഭണ്ഡീരവനം, ശ്രീവനം, ലോഹവനം, വൃന്ദാവനം, അങ്ങനെ 10-12 വനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് മധുര. ഇവരിപ്പോൾ താമസിക്കുന്നത് ബൃഹദ്വനം എന്ന പേരുള്ള ഗോകുലം. അവിടെ നിന്ന് മറ്റൊരറ്റത്തേക്കാണ് സഞ്ചരിക്കേണ്ടത്. അപ്പോൾ എല്ലാവരോടും സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി റെഡിയായിക്കോളാൻ പറഞ്ഞു. ഒരുപാട് വണ്ടികളിലായിട്ട്, കാളവണ്ടികൾ, അതിലായിട്ട് എല്ലാ സാധനങ്ങളും ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഒരുക്കി വെച്ചു. നേരത്തെ ഗോപികമാരൊക്കെ നന്നായി അണിഞ്ഞൊരുങ്ങി രോഹിണിയും യശോദയും മക്കളെ ബലരാമന്മാരും ബലരാമകൃഷ്ണൻ 2 പേരെയും എടുത്തു. അവരും ഓരോ വണ്ടികളിലിരുന്നു. മറ്റുള്ള പശുക്കളൊക്കെ മുന്നേ നടന്നു. അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ആദ്യം എത്തേണ്ടത് പശുക്കളാണ്. അപ്പോൾ പശുക്കളെ മുമ്പിൽ നടത്തി ബാക്കിയുള്ളവരൊക്കെ ഈ വണ്ടികളിലായിട്ട് യാത്ര തുടങ്ങുകയാണ്. ഭാഗവതം പറയുന്നത് വൃന്ദ എന്ന ദേവിയാൽ രക്ഷിക്കപ്പെടുന്നതുകൊണ്ടാണ് വൃന്ദാവനം എന്ന് ആ വനത്തിന് പേര് വന്നത്. അവിടെ പശു ആദികൾ സഞ്ചരിക്കാത്ത ഇടമാണ്. ആരും പോവാത്തെയും കാണാത്തെയും ഇടമാണ്. ഈ ഗോകുലവാസികളുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയണത് പശുക്കൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്നതായ പുല്ലും മറ്റ് വെള്ളവും സാധനങ്ങളും എല്ലാം അവിടെ ലഭിക്കുന്നതാണ്. ഐശ്വര്യമുള്ള പ്രദേശമാണ്.
എന്ന് നന്ദഗോപർ അടങ്ങുന്ന ആ ഗോപസഭയെ ഉപനന്ദൻ അറിയിച്ചതിനനുസരിച്ചാണ് അവരൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടുന്ന് പുറപ്പെടാൻ തയ്യാറാവുന്നത്. അപ്പോൾ ശൃംഗാദിവാദ്യങ്ങളൊക്കെ ഭേരി തൂര്യാദികളൊക്കെ മുഴക്കി ഭയങ്കര ആഘോഷമായിട്ടാണ് പോകുന്നത്. ഉപാധ്യായന്മാർ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് പോകുന്നത്. അവർ നമ്മൾക്കറിയാം പാലും പാലുൽപ്പന്നങ്ങളൊക്കെ യാഗാദികൾക്കൊക്കെ ഏറ്റവും അധികം വേണ്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അവരൊക്കെ യാഗങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്നവർ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ വേദമന്ത്രങ്ങളോട് കൂടിയിട്ട് ഒരു കാര്യം തുടങ്ങുന്നത്. അങ്ങനെ രോഹിണിയും ശ്രീകൃഷ്ണനെയും രാമനെയും യശോദയും ഒക്കെ ആ ഗ്രൂപ്പിൽ ആദ്യം തന്നെ കാണാം നമുക്ക്. കൃഷ്ണനും രാമനും എപ്പോഴും തൻ്റെ വികൃതികൾ ഉപേക്ഷിക്കാറില്ല. അപ്പോൾ ഇവിടെയും ആ യാത്രയിലുടനീളം ഇവരുടെ കൊഞ്ചലുകൾ കേൾക്കാം. അങ്ങനെ വണ്ടികളിലും തേരുകളിലും സുഖമായിട്ട് അവർ യാത്ര ചെയ്യാണ്. മരങ്ങളും മലകളും ഉയർന്ന ഗിരിശൃംഗങ്ങൾ പറയണത് ബ്രഹ്മലോകത്തെത്തുന്ന ഗിരിശൃംഗങ്ങൾ എന്ന് പറയണത്. ആ വണ്ടി ഉരുളുന്ന ഒച്ച, മാട്ടിൻകൂട്ടത്തിൻ്റെ ആ കുളമ്പടി ശബ്ദം, അതിലൂടെ കണ്ണൻ്റെ കൊഞ്ചലുകൾ, അതൊക്കെ ആയിട്ട് രസിച്ചാണ് അവർ പോകുന്നത്. സ്വതവേ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് അരോചകം ഉണ്ടാക്കും, ക്ഷീണം ഉണ്ടാക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അവരെ സമയമെടുത്തോളം ഫുൾ കോൺസെൻട്രേഷൻ ഇവരുടെ മേലെയാണ്, ഈ ഉണ്ണികളുടെ മേലെയാണ്. കണ്ണനത് ആവശ്യവുമാണ് അവരെ ബോറടിപ്പിക്കാതെ അവിടെ എത്തുക എന്നുള്ളത്. ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ലീലയ്ക്കുള്ള പ്രദേശം അത് വൃന്ദാവനാണ്. അപ്പോൾ ഇവിടുന്ന് അവിടേക്ക് എത്തിക്കാനുള്ള പ്രേരണ ഭഗവാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവരോടൊക്കെ സംസാരിച്ചു കൊണ്ട് തന്നെ ഇവരാരും ആ സമയം പോകുന്നത് അറിയാതെ രസകരമായി വഴിയോര കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്, കണ്ണനോടും സംവദിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ പോകുന്നത്. നിരീക്ഷ വൃന്ദാവനമീശനന്ദപ്രസൂന കുന്ദ പ്രമുഖദ്രുമൗഘം അമോദധാശാദ്വലസാന്ദ്ര ലക്ഷ്മ്യാ ഹരിന്മണി കുട്ടിമപുഷ്ടശോഭം. നിറയെ പ്രകൃതി രമണീയമായ, നിറയെ വിരിഞ്ഞ പൂക്കളൊക്കെയുള്ള നിറയെ ചെടികളും പച്ചപ്പുൽത്തകിടികൾ, അങ്ങനെയുള്ള ആ ഒരു അഴകാർന്ന ആ വൃന്ദാവനത്തെ നോക്കിക്കണ്ട് അവിടുന്ന് ആഹ്ലാദിച്ചില്ലേ. 6ാമത്തെ ശ്ലോകം പറയാണ്: നവാക നിർവ്യൂഢ നിവാസഭേദേഷു അശേഷ ഗോപേഷു സുഖാസിതേഷു വനശ്രിയം ഗോപകിശോരപാളി വിമിശ്രിത പര്യകലോകഥാസ്ത്വം. അങ്ങനെ ആ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നിട്ട് ആ ഒരു അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഭവനങ്ങളിലാണ് ഈ ഗോപന്മാർ താമസിച്ചു തുടങ്ങിയത്. ആ മറ്റ് ഇടയ കുട്ടികളോടുകൂടി ഭഗവാൻ ആ വൃന്ദാവനമാകെ ചുറ്റി നടന്ന് കാണാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ആ പ്രകൃതി രമണീയതയാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. 7ാമത്തെ ശ്ലോകം: അരാളമാർഗാഗത നിർമ്മലാപാം മരാള കൂജാകൃത നർമ്മലാപാം നിരന്തര സ്മേര സരോജവക്ത്രാം കളിന്ദ കന്യാം സമലോകയസ്ത്വം. അരാളമാർഗാഗത
നിർമ്മലാഭാം, വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന നിർമ്മലമായ അല്ലെങ്കിൽ ശുദ്ധമായ തെളിനീരുള്ള നദി. മരാള കൂജാകൃത നിർമ്മലാഭാം, മരാളം എന്ന് പറഞ്ഞാൽ അരയന്നം, അരയന്നങ്ങളുടെ കൂജനം, അരയന്നങ്ങളുടെ ശബ്ദം അത് കേൾക്കുന്നുണ്ട്. പിന്നെ നിറയെ വിടർന്ന താമരകളുള്ള ആ കാളിന്തി, കളിന്തമലയുടെ പുത്രിയാണ് കാളിന്തി. കറുത്ത ജലമാണ്, യമുനയുടെ പേരാണ് കാളിന്തി. കാളിന്തി കാന്ത്യാരികലയത് വപുഷ കാളിമ കൈഡഭാരേഹേ എന്ന് കാളിന്തിയെ പറ്റി പറയും. കറുത്ത ജലാണെന്ന് പറഞ്ഞ് അശുദ്ധ ജലാണെന്ന് അർത്ഥാക്കരുത്, തെളിനീര് തന്നെയാണ്. അതിപ്പോൾ പ്രയാഗയാത്രയ്ക്കൊക്കെ പോകുന്നവർക്കറിയാം. ഈ വെളുത്ത് കാണുന്നത് ഗംഗയാണ്, കറുത്ത് കാണുന്നത് കാളിന്തിയാണ്, അകത്തുനിന്നേ പുറത്തേക്ക് വരുന്നത് സരസ്വതി നദിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഇവിടെ ആ കാളിന്തി നദിയുടെ ഭംഗി അതാണ് പറയുന്നത്. ഓരോ മുക്കും മൂലയും ചുറ്റി നടന്ന് കാണുകയാണ് കണ്ണനും കൂട്ടരും. ഒരു അനുരാഗിയായിട്ടുള്ള ഏകാകിനിയാണെന്നാണ് കാളിന്തിയെപ്പറ്റി ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. തതസ്തതസ്താം കുടിലാമപശ്യ കളിന്തജാം രാഗവതീം ഇവൈകാം. അത്രയും മനോഹരമായിട്ടുള്ള പ്രകൃതിയാണ് അവിടത്തെ ഉള്ളത്. ഗോവർദ്ധന പർവ്വതം പോലെയുള്ള ഉയർന്ന മലകൾ അവിടെ ധാരാളമുണ്ട്. അപ്പോൾ അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഒരു സ്ഥലമാണ് അവർ ഭവനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ പുല്ലുകളില്ല മുറ്റത്ത്, കുറച്ച് ദൂരെ വേണ്ട സാധനങ്ങളൊക്കെ, കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ണൻ അവിടെയാണ് വളരുന്നത്. കുട്ടിയായിരിക്കുമ്പോഴാണ് ആ വൃന്ദാവനത്തിൽ എത്തിച്ചേരുന്നത്. അവിടുന്ന് ക്രമേണ ഓരോ ദിവസവും ആ വൃന്ദാവനവാസികളെ സന്തോഷിപ്പിച്ച് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ക്രമേണ അവർ പശുക്കളെ മേയ്ക്കാനുള്ള പ്രായത്തിലെത്തുകയാണ്. അവിടെ നിന്നാണ് പശുക്കളെ മേയ്ക്കാനായിട്ട് കുറച്ച് ദൂരെ പോകാൻ വേണ്ടിയിട്ട് വേണ്ട കളിക്കാനുള്ള സാധനങ്ങളും കൂടി കൊണ്ടുപോയിട്ട് ഭക്ഷണവും കോലും പന്തുമൊക്കെ എടുത്തിട്ട് കുട്ടികൾ ദൂരെ പറഞ്ഞു വിടുന്നത് കാലിമേയ്ക്കാൻ. പശുക്കുട്ടികൾ പുല്ല് തിന്നുന്നു. അവിടുന്ന് പുല്ല് തിന്ന് ദൂരെ പോകുമ്പോൾ അവർ തിരിച്ച് കൊണ്ടുവരിക, നല്ല പുല്ലുകൾ കിട്ടുന്നിടത്ത് പോയി പറിച്ചത് കൊണ്ടു കൊടുക്കുക. അങ്ങനെ കുറേ പണികൾ അവർ ചെയ്യുന്നുണ്ട്. കളിക്കുന്ന കാര്യം ഭാഗവതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു സ്ഥലത്തിരുന്ന് ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കും മധുരമായിട്ട്. അത് കേൾക്കാൻ പശുക്കളും കുട്ടികളുമൊക്കെ കാതോർക്കും. ചില സമയത്ത് കവണ എടുത്തിട്ട് നെല്ലിക്കയും മാങ്ങയും അതുപോലെയുള്ള ഫലങ്ങളൊക്കെ എറിഞ്ഞു വീഴ്ത്തും. ചിലപ്പോൾ ആ ചിലങ്ക കെട്ടിയിട്ടുള്ള കുഞ്ഞു പാദങ്ങൾ വെച്ച് ചാടിക്കളിക്കും. ചിലപ്പോൾ മാട് മേയ്ക്കുന്ന കുട്ടികളുടെ മേൽ കമ്പിളി കൊണ്ട് പുതച്ചിട്ട് ഞാൻ പശു നീ കാള എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരൊക്കെ ചെയ്യുന്ന ആ ഇതൊക്കെ കളികളൊക്കെ ചെയ്യും. വേഷം കെട്ടിയിട്ട് അതേപോലെ ശബ്ദിക്കുക, പശുക്കളുടെയും കാളകളുടെയും ശബ്ദം ഉണ്ടാക്കുക, അന്യോന്യം കുത്തുക, യുദ്ധം ചെയ്യുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കളിക്കും. അപ്പോൾ മാക്സിമം അവിടെ ആസ്വദിക്കുകയാണ്. അരയന്നങ്ങളും മയിൽ, കുയിൽ ഇതൊക്കെ പക്ഷികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ അതിനനുസരിച്ച് ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ
സാധാരണ ബാല്യത്തിൽ കുട്ടികൾ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ഈ ഗോപബാലന്മാരും ചെയ്തു എന്നർത്ഥം. അപ്പോൾ വളരെ ഗോവർദ്ധന പർവ്വതം, അവിടെയാണ് ഇവർക്ക് പശുക്കളെ മേയ്ക്കാനും ആ പശുക്കൾ പാൽ ചുരത്തുന്നതും ആ പാലും പാലുൽപ്പന്നങ്ങളും ഭക്ഷണമായിട്ടും യാഗങ്ങൾക്കും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നതും. അങ്ങനെ ഗോവർദ്ധന പർവ്വതമായിട്ടൊരു വല്ലാത്ത കണക്ഷൻ അവർക്ക് ഉണ്ടാവുകയാണ്. ആ കഥ നമ്മൾക്കൊക്കെ അറിയുണ്ടാവും, ഗോവർദ്ധനോദ്ധാരണം. അതാണ് കൃഷ്ണൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിയതും ഇന്ദ്രനേക്കാളധികം ഉപകാരം ഗോവർദ്ധന പർവ്വതമാണ് നമ്മൾക്ക് തരുന്നത് എന്ന്. അപ്പം നമ്മൾക്ക് ഉപകരിക്കപ്പെടുന്നവയെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അതിന് വേണ്ടുന്നതായ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആ കഥ നമ്മൾ സ്മരിക്കേണ്ടത്. ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തഥാവിധേസ്മിൻ വിപിനേ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സരാമോധകുമാരകൈസ്ത്വം സമീരഗേഹാധിപപാഹി രോഗാത്. ആ പ്രകൃതി രമണീയമായിട്ടുള്ള ആ ഒരു വൃന്ദാവനത്തിൽ പശുക്കൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ആ കാനനത്തിൽ പശുക്കുട്ടികളെ കൊണ്ട് നടന്ന് മേയ്ക്കാൻ കൊതിയാവുകയാണ് കൃഷ്ണനെന്ന് അവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ. അത്രയ്ക്കും പുല്ലുകളുമൊക്കെ നിറഞ്ഞ, അതായത് ഇനി അങ്ങോട്ട് ഒരുപാട് ലീലകൾ ആടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഭഗവാൻ. അപ്പം ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇനി അങ്ങോട്ട് സ്റ്റേജ് ചെയ്യേ വേണ്ടുള്ളൂ. രാധയെ കണ്ടുമുട്ടുന്നതും പിന്നീട് ഒരുപാട് അസുരന്മാർക്ക് മോക്ഷത്തെ കൊടുക്കുന്നതും ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. കണ്ണൻ്റെ ലീലകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഭഗവാന്റെ ഇച്ഛ. ഒരു കഥയിൽ പറയുന്നുണ്ട്, എവിടെയോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഹനുമാൻ സ്വാമി കാണുന്നത് ഒരു പക്ഷി കുഞ്ഞ് ഒരു ഇടത്തിരുന്നിട്ട് ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്ത് പറ്റി, എന്താണ് വിഷമം, എന്നോട് പറയുകയാണെങ്കിൽ, വഴി ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ആവാം. അപ്പോൾ കിളി പറയും, മൃത്യുദേവൻ എന്നെ കണ്ടപ്പോൾ സൂക്ഷിച്ചൊന്ന് നോക്കി, അതിൻ്റെ അർത്ഥം എൻ്റെ ആയുസ് തീരാറായി എന്നല്ലേ, അതാണ് ഞാൻ പേടിക്കുന്നത്. ശരി, അതിനെ നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് ആ കിളിയെ എടുത്ത് നിമിഷത്തിൻ്റെ 100ൽ1 ഭാഗം കൊണ്ട് എത്രയോ യോജനകൾക്കപ്പുറത്തുള്ള ഒരു ഗുഹയിൽ കൊണ്ടുചെന്നാക്കി അതിനെ ആരും കടക്കാത്ത വിധം അടച്ച് ഇനി പേടിക്കണ്ട എന്ന് പറഞ്ഞ് അത്രയും സമയം കൊണ്ട് തന്നെ തിരിച്ച് വന്ന സ്ഥലത്തെത്താണ്. കുറച്ച് നേരത്തിനുള്ളിൽ മൃത്യുദേവൻ ഇദ്ദേഹത്തിനെ സന്ദർശിക്കണം. അവിടുന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, അന്വേഷിക്കും എന്താണ് ആ കിളി ഇങ്ങനെ പറയാൻ കാരണം എന്ന്. അപ്പം മൃത്യുദേവൻ പറയാണ്, ഞാൻ വിചാരിച്ചത് ഈ കിളിയുടെ ആയുസ് തീർന്നു, പക്ഷേ ഇതിന് വിധി എത്രയോ യോജനകൾക്ക് അപ്പുറത്തുള്ള ഒരു ഗുഹയിൽ വെച്ചിട്ട് മരിക്കണം എന്നാണ്.
എന്നിട്ട് ഇപ്പോൾ ഇത് ഇവിടെ എങ്ങനെ വന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതാണ് വിധി. നമ്മൾ എവിടെ വെച്ച് എങ്ങനെയൊക്കെ നമ്മൾക്ക് എന്ത് സംഭവിക്കണം എന്നുണ്ടോ അത് സംഭവിച്ചിരിക്കും. അപ്പം ആ കൃത്യസമയത്ത് ഹനുമാൻ സ്വാമി ആ കിളിയെ അവിടെ എത്തിച്ചു എന്നുള്ളതാണ്. അതേപോലെ ഇവിടെ ഓരോ ലീലകളെയും ഭംഗിയായി ഭഗവാൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ. എല്ലാ വ്രജവാസികളും വിചാരിക്കുന്നത് ഭഗവാനെ ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കുകയാണെന്ന്. പക്ഷേ നമ്മൾക്കറിയാം, ഓരോ ദുഷ്ടരും ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നു മോക്ഷം കിട്ടാനായി. ഭഗവാന്റെ കാല് പിടിക്കുന്നവർക്ക് മോക്ഷം വളരെ ഈസിയായിട്ട് ഭഗവാൻ കൊടുക്കും. ജ്ഞാനികൾ, യോഗികൾ ഒക്കെ ആ ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി എത്രയോ യാഗങ്ങളും പൂജകളും ഒക്കെ നടത്തണമല്ലേ. അവരൊക്കെ ഭഗവാനെ ദർശിക്കുന്നുണ്ടോ? ജ്ഞാനദൃഷ്ടിയിൽ കൂടി ദർശിക്കുന്നുണ്ടാവാം. എന്നാൽ അവരൊക്കെ മോക്ഷം പോലും ആഗ്രഹിക്കാത്ത ആളുകളും ഉണ്ടാവാം, മുമുക്ഷുക്കളും. എന്നാൽ ഈ വൈരാഗ്യഭക്തി കൊണ്ട് ഇവരൊക്കെ ഭഗവാനെ സന്ദർശിക്കുന്ന മാത്രയിൽ തന്നെ മോക്ഷം പ്രാപിക്കുകയാണ്. ഭഗവാനെ ആരാധിക്കുന്ന എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന എന്തും ചോദിക്കാത്ത തന്നെ കൊടുക്കുന്നവനാണ് ഭഗവാൻ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു നാരായണീയത്തിൽ, 1-ാമത്തെ ദശകത്തിൽ തന്നെ. അതേ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും സ്മരിക്കേണ്ടത്. നമ്മൾക്ക് എന്താണോ അർഹതയുള്ളത് അത് അപ്പം നമ്മൾക്ക് ലഭിച്ചിരിക്കും. ഇവിടെ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി രാധയോടത്താണ് അധികം വിളയാടേണ്ടത്. അപ്പോൾ തൻ്റെ കൂട്ടരെയും എല്ലാം കൂട്ടി അവിടെ എത്തിച്ചേരുകയാണ്. ഇനി അങ്ങോട്ട് ലീലകൾ തുടരുകയാണ്. അപ്പോൾ ഈ ഒരു ദശകത്തിൽ ബൃഹദ്വനം വിട്ട് വൃന്ദാവനത്തിൽ എത്തിച്ചേരുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് ഉള്ളത്. ഈ ദശകം നമുക്ക് അത്യന്തം ഭക്തിയോടെ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.